ഹായ് ഓൾ, വെൽക്കം ടു എജ്യു ഫ്രെയിംസ്. ഇന്നിപ്പോൾ എഡ്യൂക്കേഷനും വർക്കും ഓൺലൈനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസിൻ്റെ പ്രസക്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒട്ടനവധി പ്ലാറ്റ്ഫോമുകളാണ് വീഡിയോ കോൺഫറൻസിനായി ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. സൂം, മൈക്രോസോഫ്റ്റ് ടീം, വെബെക്സ് മുതലായ പ്ലാറ്റ്ഫോമുകൾ. ഇന്നിപ്പോൾ നാം ചർച്ച ചെയ്യുന്നത് ഗൂഗിളിൻ്റെ ഗൂഗിൾ മീറ്റ് എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. സോ നമുക്ക് ആ പ്ലാറ്റ്ഫോം പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ബ്രൗസറിൽ ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് ഗൂഗിൾ മീറ്റ് എന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഓപ്ഷൻ, meet.google.com എന്ന ഓപ്ഷൻ. ഇതാണ് അതിൻ്റെ വെബ് ഐ ഡി എന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ ഗൂഗിൾ ക്രോം എന്ന ബ്രൗസറിലാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഫീസിബിലിറ്റിയോടുകൂടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയും. അപ്പം ഞാനിവിടെ അതുകൊണ്ട് തന്നെ ഗൂഗിൾ ക്രോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗൂഗിൾ ക്രോമിൽ ഗൂഗിൾ മീറ്റ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തു. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഓവർവ്യൂ എന്ന് പറയുന്ന ഒരു വിൻഡോയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഓവർവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ, ഹൗ ഇറ്റ് വർക്ക്, പ്ലാൻ ആൻഡ് പ്രൈസിങ്, സൈൻ ഇൻ, ജോയിൻ എ മീറ്റിംഗ്, സ്റ്റാർട്ട് എ മീറ്റിംഗ് എന്ന് പറയുന്ന ഒട്ടനവധി ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഓൾറെഡി ഗൂഗിൾ അക്കൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ ഇതിൽ സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ ഗൂഗിൾ മീറ്റിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ സൈൻ അപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കൊരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് ഗൂഗിൾ മീറ്റിലേക്ക് സൈൻ ഇൻ ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ചാണ് ഗൂഗിൾ മീറ്റിലേക്ക് സൈൻ ഇൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോണോ ആപ്പിൾ ഫോണോ ഉള്ള ആളാണെങ്കിൽ ഗൂഗിൾ മീറ്റിൻ്റെ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഗൂഗിൾ മീറ്റ് ഡെസ്ക്ടോപ്പ് ഉപയോഗിച്ചാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ വെബ് ക്യാം ഉള്ള ഡെസ്ക്ടോപ്പാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. എങ്കിൽ മാത്രമേ വീഡിയോ കോൺഫറൻസിങ് നിങ്ങൾക്ക് അതിലൂടെ നടത്താൻ സാധിക്കുകയുള്ളൂ. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ലഭിക്കുന്ന ഒരു വിൻഡോ ഇതാണ്. ഈ വിൻഡോയിൽ സ്റ്റാർട്ട് എ മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ എൻ്റർ മീറ്റിംഗ് കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും നിങ്ങൾക്ക് കാണാം. ഇതിൽ സൈനിങ് വിൻഡോയിൽ സ്റ്റാർട്ട് എ മീറ്റിംഗ് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ ചെന്നെത്തുന്നത്. ഈ ഫേസ് കാണുന്ന വിൻഡോയിൽ ഒരു മൈക്രോഫോൺ സിമ്പിൾ ഉണ്ട്. ഈ മൈക്രോഫോൺ മ്യൂട്ട് ചെയ്യാനും അൺമ്യൂട്ട് ചെയ്യാനുമാണ് ഈ ഒരു സിമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് തൊട്ടടുത്തായി ഒരു ക്യാമറയുടെ സിമ്പിൾ ഉണ്ട്. ആ ക്യാമറയുടെ സിമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാമറ ഓഫ് ചെയ്യാനും ക്യാമറ ഓൺ ചെയ്യാനുമായാണ്. റൈറ്റ് സൈഡിലായി ജോയിൻ നൗ, പ്രസൻറ്റ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനുകളുണ്ട്. ഇതിൽ ജോയിൻ നൗ എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാനാണ്. അതായത് നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്ന മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ. ആ ഹോസ്റ്റിംഗ് ഐ ഡി ആണ് ഇവിടെ കാണുന്നത്. ഈ ഹോസ്റ്റിംഗ് ഐ ഡിയിൽ meet.google.com/ എന്ന് കാണുന്നതാണ് നിങ്ങളുടെ മീറ്റിംഗ് കോഡ്. ഈ മീറ്റിംഗ് കോഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ മീറ്റിങ്ങിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുന്നത്. ആ കോഡാണ് അവർ എൻ്റർ ടു കോഡ് എന്ന ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് ജോയിൻ ചെയ്യാനായി ഉപയോഗിക്കുന്ന കോഡ് എന്നത്. ഇതിൽ ജോയിൻ ചെയ്യുന്ന വിൻഡോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കോപ്പി ജോയിനിങ് ഇൻഫോ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന ലിങ്ക്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായി നിങ്ങളുടെ ഇൻവൈറ്റിക്ക് അയച്ചു കൊടുക്കാവുന്ന ലിങ്ക് കോപ്പി ചെയ്ത് അത് നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ ടെലിഗ്രാം വഴിയോ ഇമെയിൽ വഴിയോ മെസ്സേജ് വഴിയോ സെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്കൊരാളെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇമെയിലിലൂടെ നിങ്ങൾക്ക് ആളുകളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. അതിനായി ആഡ് പീപ്പിൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആരെയാണോ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി ഇതിൽ എൻ്റർ ചെയ്യുകയാണ്. ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് ആഡ് റെസിപ്പിയൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് എൻ്റെ ഇൻവൈറ്റേഷൻ സെൻഡ് ചെയ്യുകയാണ്. സെൻഡ് ഇമെയിൽ കൊടുക്കുമ്പോൾ ഒരു ഇമെയിലായി ആ വ്യക്തിക്ക് എൻ്റെ ഇൻവൈറ്റേഷൻ ലഭിക്കുകയും ആ ഇമെയിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അദ്ദേഹത്തിന് എൻ്റെ മീറ്റിങ്ങിലേക്ക് ലോഗിൻ ചെയ്യാനും സാധിക്കും. ഇമെയിൽ ഇൻവിറ്റേഷൻ ലഭിക്കുന്ന വ്യക്തിക്ക് ജോയിൻ മീറ്റിംഗ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ മീറ്റിംഗ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചില പോപ്പപ്പുകൾ വരും. അതായത് നിങ്ങളുടെ മൈക്രോഫോണും ക്യാമറയും അലോ ചെയ്യാനുള്ള ഒരു പോപ്പപ്പാണ് വരുന്നത്. അത് അലോ ചെയ്ത് കൊടുക്കുക. അത് അലോ ചെയ്ത് കഴിയുമ്പോൾ ജോയിൻ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആ വീഡിയോ കോൺഫറൻസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ വീഡിയോ കോൺഫറൻസിങ്ങിൽ എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് പ്രസൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. പ്രസൻറ്റ് എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കിട്ടുന്നത്. ഇതിൽ ക്രോം ടാബ്, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രൗസറിൻ്റെ ഡിഫറെൻറ്റ് ടാബുകൾ
ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ആദ്യം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ആ ഒരു ടാബ് നിങ്ങൾ ഷെയർ ചെയ്യുകയാണ്, നിങ്ങളുടെ ഹോസ്റ്റ് ചെയ്യുന്ന ആ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ ആ ടാബ് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ഷെയർ ഓപ്ഷനുള്ള മറ്റൊരു ഓപ്ഷൻ യുവർ എൻറ്റയർ സ്ക്രീൻ ഷെയറിംഗ് എന്ന ഓപ്ഷനാണ്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ എൻറ്റയർ സ്ക്രീനിനെ നിങ്ങളുടെ പാർട്ടിസിപ്പൻസുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. അടുത്ത ഒരു ഓപ്ഷൻ ഉള്ളത് ആപ്ലിക്കേഷൻ വിൻഡോ ഷെയറിംഗ് ആണ്. അതായത് ഓപ്പണബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത്രയുമാണ് ഗൂഗിൾ മീറ്റ് എന്ന ഈ പ്ലാറ്റ്ഫോമിൽ ബേസിക്കായി വരുന്ന ഓപ്ഷനുകൾ. വർക്കും എഡ്യൂക്കേഷനും വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ വളരെ ലളിതമാക്കുവാൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കുന്നു. പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെ ഹെൽപ്ഫുള്ളാണ് ഈ പ്ലാറ്റ്ഫോം. സോ കീപ് ലേണിംഗ്, ഹാപ്പി ലേണിംഗ്.